ഹായ് ഫ്രണ്ട്സ്, ചിലോഹാം ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രാവലിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് എവിടെയാണെന്ന് ലാസ്റ്റ് ഞാൻ പറയാം. നമുക്ക് ഇവിടെ പോയാൽ ഒരു നഷ്ടവും ഇല്ല. നമ്മൾക്ക് എല്ലാം ആസ്വദിച്ച് തന്നെ നമുക്ക് കാണാൻ സാധിക്കാവുന്ന ഒരു സ്ഥലമാണ്. കുറേ സ്റ്റാച്ചുകളുണ്ട്. നമുക്ക് നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ച് കൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. നല്ല വെയിലാണ്. വെയിൽ സമയമായപ്പോഴാണ് ഞങ്ങൾ പോയത്. പക്ഷേ ആ വെയിൽ നമുക്ക് അറിയാനേ കൂടി പറ്റുന്നില്ല. കാറ്റുണ്ടായിരുന്നു, നല്ല കാറ്റായിരുന്നു. നമുക്ക് കുറേ സ്റ്റാച്ചുകളാണ്. നമുക്ക് ദൂരെ നിന്ന് കാണാൻ കഴിയുന്നത് അവിടെ ഒരു ആന നിൽക്കുന്നതായിട്ടാണ്. അതൊരു സ്റ്റാച്ചു ആണ്. പിന്നെ ഞങ്ങൾ നടന്ന് ഇങ്ങനെ വരുമ്പോഴാണ് എമുപക്ഷിയെ കാണാൻ പറ്റുന്നത്. എമുപക്ഷിയെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ കണ്ണാണ് അതിൻ്റെ ഹൈലൈറ്റ്. നമുക്ക് കൊത്തുമെന്നൊന്നും പേടി വേണ്ട. അത് ആ കൂട്ടിൽ കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് പേടിയില്ലാത്തത്. പക്ഷെ അതിനെ കണ്ടപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അതിനെ കണ്ടപ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അവിടെ നിന്ന് ഒരു പുല്ല് പറിച്ച് ഞാൻ കൊടുത്തായിരുന്നു. അത് കഴിച്ചു. നല്ല ഭംഗി, നല്ല ക്ലീനായിട്ടാണ് അവരവിടെ സൂക്ഷിക്കുന്നത്. നല്ല വൃത്തിയാണ്. പിന്നെ എനിക്ക് തോന്നിയത് ഇവത്തുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശരിക്കും വെള്ളം ആവശ്യമായിട്ടാണ് വരുന്നത്. അവിടെ വൃത്തിയോടും വെടുപ്പോടും കുറേ വെള്ളം അവിടേക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്നില്ല, അതിൻ്റെ ഒരു കണ്ണിൻ്റെ ഹൈലൈറ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഒരു കണ്ണാണ്. നല്ല കളറും നല്ല രസമുണ്ട് അതിൻ്റെ കണ്ണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഇണക്കി വളർത്തിയിരിക്കുന്നത് കൊണ്ട് നമ്മളെ കാണുമ്പോൾ നല്ല ഇതായിട്ട് നമ്മളുടെ അടുത്ത് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വന്നത് ഒട്ടകപ്പക്ഷി അടുത്താണ്. അവിടെ വന്നപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നി. അതിൻ്റെ ഒന്നും ചിറകുകളോ തൂവലുകളോ ഒന്നും ഇല്ലാതെ അത് നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. എന്നാലും കുഴപ്പമില്ല. അത് നല്ല രീതിയിലാണ് അവരവിടെ പരിപാലിക്കുന്നത്. നല്ല രീതിയിൽ ഫുഡ് കൊടുത്തും കാര്യങ്ങളാണ് അവിടെ അവർ പരിപാലിച്ച് പോകുന്നത്. നല്ല വൃത്തിയോടും വെടുപ്പോടും അവരവിടെ സൂക്ഷിക്കുന്നുണ്ട്. അത് നമ്മൾ നോക്കുകയും ചെയ്യുന്നുണ്ട്, ഫുഡ് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഈ കാലാവസ്ഥയിലായിരിക്കും അതിൻ്റെ തൂവലുകൾ മാറുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞങ്ങൾ കുതിരാലയത്തിൽ വന്നു. അവിടെ ഞാൻ അകത്ത് കയറിയില്ല. കാരണം അവിടെ ക്ലീനിങ് പർപ്പസ് നടക്കുന്നത് കൊണ്ട് ഞങ്ങൾ അവിടെ അകത്ത് കയറിയില്ല. 2-3 കുതിരകളുണ്ടായിരുന്നു. നമുക്കവിടെ ചെല്ലുമ്പോൾ കുതിര സവാരി വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഞങ്ങൾ നടന്ന് വന്നത് മീൻകുളത്തിലായിരുന്നു. അവിടെ കുറേ പടുതാക്കുളങ്ങൾ ഉണ്ടായിരുന്നു. കുറേ മീനുകളും ഉണ്ട്. ഒരാൾ താഴ്ചയിലാണ് അവിടെ ആ കുഴി കുഴിച്ചിട്ടിരിക്കുന്നത്. നമുക്ക് ദൂരെ നിന്നും കാണാൻ സാധിക്കും. നല്ല വൃത്തിയോടും വെളുപ്പോടുമാണ് അവർ വെച്ചിരിക്കുന്നത്. പക്ഷേ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. കൈവരികളൊന്നുമില്ല. ഫ്രണ്ടിൽ കാണുന്നത് മാത്രമേ ഉള്ളൂ ആ കൈവരികൾ കാണാൻ സാധിക്കുന്നത്. ഞാൻ കുറേ ഇങ്ങനെ നടന്നു വന്നു, മീനെയൊക്കെ കണ്ടു. അങ്ങനെ വന്നു. ഇപ്പുറത്തും ഉണ്ടായിരുന്നു കുറേ മീനുകൾ. സ്റ്റാച്ചു ഉണ്ട്, ഒരു എരുമയുടെ സ്റ്റാച്ചു ആണത്. പിന്നെ കണ്ട ഈ കൈവരികൾ മാത്രമേ നമുക്കവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. കുഞ്ഞുങ്ങളായിട്ട് വരുമ്പോൾ നമ്മളത് സൂക്ഷിക്കണം. എന്നാലും നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ്. ഞാനങ്ങനെ കുറേ നടന്നതുകൊണ്ട് ഇത്തിരി നേരം വന്ന് ഇരിക്കാമെന്ന് കരുതി. നല്ല തണലുണ്ട് അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും മീനുകൾ മേപ്പോട്ട് പൊങ്ങി വരുന്നത് കാണാൻ സാധിക്കും. കുറേ അധികം കളർ മീനുകളുണ്ട്, കരിമീനുണ്ട്. നമുക്ക് മേടിച്ചു കൊണ്ട് പോകാൻ പറ്റും ഇവിടുന്ന് മീനുകളെയൊക്കെ. നല്ല ലാഭത്തിന് നമുക്ക് ഇവിടുന്ന് കിട്ടുകയും ചെയ്യും. പിന്നെ ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് പോയി. ഒരു കാടിൻ്റെ ഫീലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് പേടിക്കാണ്ട് നമുക്ക് ഇവിടെ ഇതിൽ ട്രാവലിംഗ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു കാര്യം കൂടെ പറയട്ടെ. ഷിലോഹാം ഫാം എൻ്റർടൈൻമെൻറ്റ് ഇത് നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളിത് ഫുള്ളായി കാണണം. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുൻപോട്ടുള്ള വീഡിയോ എടുക്കാനും ഒക്കെ എനിക്ക് സപ്പോർട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് വണ്ടിയിൽ ഇങ്ങനെ പോവുകയാണ്. നമുക്ക് വണ്ടിയിലാണ് വരേണ്ടത്. കാരണം എന്തെന്ന് വെച്ചാൽ കുറേ നടക്കാനുണ്ട്. കാണാനും കുറേ കാര്യങ്ങൾ അറിയുവാനും നമുക്ക് ആസ്വദിക്കുവാനും ഒക്കെ ഉണ്ട്. നമുക്ക് വണ്ടിയിൽ തന്നെയാണ് വരേണ്ടത്. ഞങ്ങൾ 2 വീലറിലാണ് വന്നത്. നമുക്ക് ഇവിടെ പശു, മുയൽ, കോഴി, വെച്ചൂർ പശു, കാടക്കോഴി, ആട്, എമുപക്ഷി, ഒട്ടകപ്പക്ഷി, കുതിര, കുട്ടികളുടെ സ്ഥലം, ബട്ടർഫ്ലൈ പാർക്ക്, താറാവ്, മീൻ എല്ലാം നമുക്ക് കാണാം. ഇത് നിങ്ങൾക്ക് ഫ്രണ്ട് വശമാണ് ഈ കാണുന്നത്. കുരിയോട്ടുമല ഹൈടെക് ഡയറി ഫാമാണ്. പണ്ട് കാലത്ത് ഇത് ബഫല്ലോ ബ്രീഡിംഗ് ഫാം ആയിരുന്നു. ഇത് കൊല്ലം ജില്ലയിലെ പുനലൂർ കുരിയോട്ടുമലയാണ്.
നിങ്ങൾക്ക് നല്ല പ്രകൃതി ഭംഗിയായിട്ട് നിങ്ങൾക്ക് ആസ്വദിച്ച് കൊണ്ടുവരാം. ഇവിടെ നമ്മൾ ആദ്യമേ നമ്മൾ വണ്ടിയിലാണ് വരുന്നതെങ്കിൽ, 2 വീലറിലാണ് വരുന്നതെങ്കിൽ അതിന് പ്രത്യേക ചാർജും 4 വീലറിന് പ്രത്യേക ചാർജുമാണ്. പിന്നെ വരുന്നത് നമുക്ക് ഇവിടെ നിന്ന് വളങ്ങളും പാലുൽപാദനങ്ങളും മുട്ടകളും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. പക്ഷികളെയും മൃഗങ്ങളെയും വാങ്ങിക്കാം. ഏറ്റവും വിലക്കുറച്ച് തന്നെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും. ഇതാണ് ഗ്രാഫ്. ഇത് നമുക്ക് വന്ന് കാണാം, ആസ്വദിക്കുക.